അർജന്റീനയിൽ നിന്നും ഒരാൾ കേരളത്തിലെത്തി. ഇവിടെ ചില നല്ല വിദ്യകൾ കാണിച്ച് അവനെ യാവർക്കും ഇഷ്ടമായി. എന്നാൽ അവനെ പിടിച്ചു കെട്ടാൻ സമുദ്രങ്ങൾ താണ്ടി അവരെത്തി. പക്ഷെ എന്തൊക്കെയായാലും ഇവർ നേരിടാൻ പോകുന്നത് കൊച്ചിയിലാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിനായി തയ്യാറാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കരുത്തരായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ആണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ജയത്തിന്റെ പോസിറ്റീവ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. നോർത്ത് ഈസ്റ്റിന്റെ ടീമിൽ മികച്ച താരങ്ങളുണ്ട്. അതായത് MS ജിതിൻ, പാർത്തിക് ഗുഗോയ്, മക്കാട്ടൻ തുടങ്ങിയൊക്കെ ISL എക്സ്പീരിയൻസിൽ അതുപോലെ ഇന്ത്യൻ എക്സ്പീരിയൻസിലെ താരങ്ങളാണ് അവർക്കുള്ളത്. അപ്പൊ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുപാടും ബെറ്റർ ഫുട്ബോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കുന്നത് കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയെല്ലാം കണ്ടറിയാം. പിന്നെ നോർത്ത് ഈസ്റ്റ് ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടാണ് ഈ ഒരു മത്സരത്തിനായി അവർ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരും എന്തുകൊണ്ടും ഒരു വിജയം തന്നെയാണ് അവരും ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചുമാടി ഒരു ബെറ്റർ ഫുട്ബോളാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് റെലഗേഷനിൽ നിന്നും ഒഴിവാകും എന്തും ബ്ലാസ്റ്റേഴ്സ് ചെയ്യും. സോ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രതീക്ഷയും പുതിയ അർജന്റീനിയൻ അറ്റാക്കർ ആയിട്ടുള്ള ഫ്രാഞ്ചുവിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചു കുറച്ചും കൂടി ബെറ്റർ ഫുട്ബോൾ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിനാണ്. കാരണം ഈ ഒരു മത്സരം നടക്കുന്നത് കൊച്ചിയിലാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്ത് മിനിമം എത്തും. അപ്പൊ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാനില്ല. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും